ഹലോ ഗൈസ്. ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് 5 വർഷത്തിന് ശേഷം പൊടി തട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ഈ ഫിൽറ്റർ ഇട്ട കാര്യം 5 വർഷമായില്ലേ, ഒരു ചേഞ്ച് ആവാന്ന് വെച്ച് മാറ്റും കേട്ടോ. ഞാൻ ഫിൽറ്ററൊക്കെ മാറ്റും. ആദ്യം നിങ്ങൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നിട്ട് ഫിൽറ്റർ മാറ്റാം. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ ഈ പട്ടിക്കൊല്ലത്തിരുന്നോണ്ട് ഫിൽറ്റർ മാറ്റിയില്ല എന്നേ ഉള്ളൂ. പിന്നെ ഫിൽറ്റർ മാറ്റി എടുക്കും. എനിക്കൊരു ഡേ വ്ളോഗൊക്കെ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ഫിൽറ്ററൊക്കെ മാറ്റി എടുക്കണം. നല്ലതല്ലേ? വേണ്ട, കാണിക്കണ്ട, കൊള്ളത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണ് ഗസ്റ്റ് ചെയ്യൂ ഗൈസ്. എൻ്റെ അടുത്ത വീഡിയോ ഇട്ട് ഞാൻ വെറുപ്പിക്കും. ഉണ്ടോ ഇല്ലേ എന്നാലും ഞാൻ വെറുപ്പിക്കും. ഐ മീൻ സബ്സ്ക്രൈബ് ചെയ്തോ ഇല്ലയോ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് അയച്ച് വെറുപ്പിക്കും. നോ വറീസ് ഗൈസ്. എൻ്റെ അടുത്ത വീഡിയോസ് മുതൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെയാണെന്ന്. ഓക്കെ, ഞാനെങ്കിൽ ഗസ്റ്റ് ചെയ്യൂ പ്ലീസ്. അറിയാവുന്നവരും ഉണ്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങളോട് ഗസ്റ്റ് ചെയ്യാൻ മാത്രമല്ലേ പറഞ്ഞോളൂ, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കിട്ടോ. നമ്മളും പാവങ്ങളല്ലേ, ജോലിയും കൂലിയും ഇല്ല ഗൈസ്. ഇങ്ങനെയാണ് ഞാൻ ഇനി വരുമാനം കാണുന്നത്. ഇങ്ങനത്തെ ഒരു വരുമാനത്തിലൂടെയല്ലേ ഞാൻ ജീവിക്കട്ടെ ഗൈസ്. വരുമാനം മാത്രമല്ല ഗൈസ്, എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആണ്. ഞാനിവിടെ വീട്ടിലെത്തുന്ന സത്യം പറയാലോ ബോറടിച്ച് ഒരു വഴിയായി. അങ്ങനെ വിചാരിച്ചു ഇതെങ്കിൽ ഇത് കുറച്ച് മുമ്പൊക്കെ റീലൊക്കെ ചെയ്യുമായിരുന്നു, അതും നിർത്തി. ഇനി ഇതാണ് ഞാൻ കാണുന്നൊരു വഴി, എങ്ങനെ ആൾക്കാരെ വെറുപ്പിക്കാം. അതാണ് ഞാനിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. മൈ ഗവേഷണം ഇസ് ദാറ്റ് എങ്ങനെ ആൾക്കാരെ മാക്സിമം അങ്ങേയറ്റം വെറുപ്പിച്ച് അവരെ കൊണ്ട് എന്നെ പറയിപ്പിക്കും. ഒന്ന് നിർത്തിയിട്ട് പോവോ എന്ന് പറയിപ്പിക്കും, എന്നാലും ഞാൻ നിർത്തത്തില്ല. അപ്പോൾ ഗൈസ്, ഇനി എന്നും നല്ല എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഓരോ ഷോർട്സും, ഇപ്പം ഷോർട്സ് ആയിരിക്കും കുറച്ച് നാളത്തേക്ക്, എന്നിട്ട് വ്ളോഗുകളും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാം. സപ്പോർട്ട് മീ ഗൈസ്. ചോദിച്ചു വാങ്ങും ഞാൻ, അത് ഞാൻ അങ്ങനെയാ. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ.